സംസാരിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് തെങ്ങിനെ കുറിച്ചാണ്. അപ്പം ഇതിപ്പോൾ ഒരു നമ്മൾ 2024 ഏപ്രിലിൽ നട്ട ഒരു തെങ്ങ് തൈയാണ്. ഇത് TND ഇനത്തിൽപ്പെട്ട തെങ്ങ് തൈയാണ്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 2 വർഷം ഏകദേശം പ്രായമായിട്ടുണ്ട്. അപ്പം നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മളിവിടെ അവൈലബിലിറ്റി ഉള്ളത്, അതുപോലെ ഏതൊക്കെ വെറൈറ്റീസ് നമുക്ക് നടാൻ പറ്റും, ഏതൊക്കെ നമുക്ക് സൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കേരളത്തിൽ നമുക്ക് 3 തരം തെങ്ങ് വെറൈറ്റീസാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത്. എന്ന് വെച്ചാൽ ഒന്ന് നാടൻ തെങ്ങിനങ്ങൾ എന്ന് വെച്ചാൽ ടാൾ വെറൈറ്റീസ്. നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കോമൺലി വെറൈറ്റിയാണ് നാടൻ വെറൈറ്റീസ്. രണ്ടാമത് വരുന്ന വെറൈറ്റീസാണ് ഡോർഫ് വെറൈറ്റീസ് എന്ന് വെച്ചാൽ കുള്ളൻ വെറൈറ്റീസ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ചാവക്കാട് കുള്ളൻ, അതേപോലെ മലേഷ്യൻ കുള്ളൻ, ഗംഗാബോണ്ടം, ഇതൊക്കെ ആ ഗണത്തിൽപ്പെടുന്ന വെറൈറ്റീസാണ്. മൂന്നാമത് വരുന്ന വെറൈറ്റീസാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ ടോൾ വെറൈറ്റീസിനും അതേപോലെ തന്നെ കുള്ളൻ വെറൈറ്റീസിനും തമ്മിൽ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ പൊളിനേഷൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന വെറൈറ്റീസാണ് ഹൈബ്രിഡ് വെറൈറ്റീസ്. ദാറ്റ് ഈസ് മീൻസ് T/D ആൻഡ് D/T. 3 തരം തെങ്ങുകളെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈപ്സാണ് ടാൾ വെറൈറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ നാടൻ തെങ്ങുകൾ. ഈ നാടൻ തെങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഏകദേശം 65 to 95 അടി വരെ ഉയരം വെക്കുന്നതാണ് നാടൻ തെങ്ങുകൾ. അതേപോലെ തന്നെ ഫ്രൂട്ടിങ് മേ ബി 6 to 8 years മേ ബി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രൂട്ടിങ് ഹാപ്പൻ ചെയ്യും. ഈൽഡ് അപ്രോക്സിമേറ്റ്ലി ഒരു 100 to 120 100-120 നെറ്റ്സാണ് പെർ ഇയർ എക്സ്പെക്ട് ചെയ്യണത്. നമ്മുടെ നാട്ടിലൊക്കെ കോമൺലി കാണുന്ന WCT, അതേപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് ടാൾ, അതേപോലെ ECT ഈസ്റ്റ് കോസ്റ്റ് ടാൾ, പിന്നെ കുറ്റിയാടി, ആൻഡമാൻ ഓർഡിനറി, ലക്ഷദ്വീപ് ഓർഡിനറി. ഇനി നമുക്ക് രണ്ടാമത് പറയാനുള്ളത് കുള്ളൻ വെറൈറ്റീസ് എന്ന് വെച്ചാൽ ഡോർഫ് വെറൈറ്റീസ്. ഡോൾഫ് വെറൈറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3 വർഷം കൊണ്ട് കായ്ക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പം കായഫലം പറയുകയാണെങ്കിൽ ഏകദേശം 100+ നട്ട്സ് എല്ലാ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ മേ ബി ചിലപ്പോൾ 200 നട്ട്സ് വരെയൊക്കെ കിട്ടുന്നവരുണ്ട്. ലൈഫ് സ്പാന് 35 വർഷം അല്ലെങ്കിൽ 40 വർഷം മാക്സിമം പോയി കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ലൈഫ് സ്പാൻ ഉണ്ടാവുക. മാക്സിമം ഹൈറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 26 to 36 അടി വരെ ഇതിൽ ഹൈറ്റ് മാക്സിമം അതിൽ വരുള്ളൂ. ഇത് ഈസി ആയിട്ട് ഇപ്പം സ്ഥല സൗകര്യം കുറവുള്ളവർക്ക്, ഇപ്പം പരിമിതമായ സ്ഥലമുള്ളവർക്ക് ഒക്കെ ഈസി ആയിട്ട് പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒന്നും കൂടിയും ബെറ്റർ, കരിക്കിനൊന്നും കൂടിയും ബെറ്ററാണ്. അതേപോലെ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. പക്ഷേ ബെറ്റർ ഫോർ നമുക്ക് കൊപ്രക്കും ആട്ടാനൊക്കെ ബെസ്റ്റ് തന്നെയാണ്. ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കണം. അപ്പം എൻ്റെ വീട്ടിൽ ഉപയോഗിക്കണ അത് മലേഷ്യൻ ഗ്രീൻ ഡോർഫാണ് നമ്മൾ ഉപയോഗിക്കണം. അരക്കാനൊക്കെ ബെസ്റ്റാണ്. ബട്ട് വാട്ടർ കണ്ടന്റ് കൂടുതലുണ്ടായതുകൊണ്ട് കരിക്കനും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. ഇതിൽ വരുന്ന കുറച്ച് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ മലയൻ ഗ്രീൻ ഡോർഫ്, മലയൻ ഓറഞ്ച് ഡോർഫ്, മലയൻ അതുപോലെ ചാവക്കാടൻ യെല്ലോ ഡോർഫ്, ചാവക്കാടൻ ഓറഞ്ച് ഡോർഫ്, ചാവക്കാടൻ ഗ്രീൻ ഡോർഫ്, ഗംഗാബോണ്ടം, ഇതൊക്കെ ഈ കുള്ളം ഇനത്തിൽ വരുന്ന നമുക്കിപ്പം അവൈലബിലിറ്റി ഉള്ള കുള്ളം ഇനത്തിൽ വരുന്ന പ്ലാന്റുകളാണ്. അടുത്തത് ഹൈബ്രിഡ് വെറൈറ്റീസാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ വിശദമായി പറയാം.